തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ. ഓടിമറയും നാളുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം. ഓടിമറയും നാളുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം. ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം ഓർത്തിടുന്നു തവ സാന്നിധ്യം. ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം ഓർത്തിടുന്നു തവ സാന്നിധ്യം. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ. മനോവ്യഥകൾ നീ എന്നും കണ്ടു, മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. മനോവ്യഥകൾ നീ എന്നും കണ്ടു, മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയല്ലോ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയല്ലോ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 10-ാം വാക്യം മുതൽ 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എന്നാൽ യാക്കോബ് ബെർശേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിലൊന്നെടുത്ത് തലേണിയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് സ്വന്തം ഭവനത്തിൽ നിന്ന് ദൂരെ ഹാരാനിലേക്ക് പോകുന്ന യാത്രയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. സൂര്യൻ അസ്തമിക്കൊണ്ട് അവൻ അവിടെ രാപാർത്തു എന്നൊരു വാക്യം നാം പ്രത്യേകം ശ്രദ്ധിക്കുക. യാക്കോബിൻ്റെ ജീവിതത്തിൽ തന്നെ ഇരുള് വ്യാപിച്ചിരിക്കുകയാണ്. പല കാരണങ്ങളാൽ ഇരുള് വ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ യാക്കോബ് യാത്ര ചെയ്ത് ബേർശേബയിൽ നിന്ന് ഏതാണ്ട് 70 മൈലോളം ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ ദൂരയാത്രയിൽ യാക്കോബിൻ്റെ ഹൃദയത്തിൽ നിറയെ കൂരിരുളാണ്.
ഈ പ്രത്യേക സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അത് ആ ജീവിതത്തിലെ, ഹൃദയത്തിലെ, മനസ്സിലെ കൂരിരുൾ അക്ഷരീകമായി ഈ സൂര്യൻ അസ്തമിക്കൊണ്ട് പ്രകൃതിയിലും വ്യാപിച്ച് കാണുന്നു. സ്വാഭാവികമായി സൂര്യൻ അസ്തമിച്ചതാണ്, സന്ധ്യയായ സമയമാണ്, കൂരിരുൾ വ്യാപിക്കുന്നുണ്ട്. പക്ഷേ യാക്കോബിൻ്റെ ഹൃദയം നിറയെ ഇരുളായിരുന്നു. വലിയ ഒരാശങ്കയുടെ കരിനിഴൽ ഹൃദയത്തിൽ വ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് ഈ യാത്രയുടെ അവസാനം? ഞാൻ എപ്പോഴാണ് അവിടെ എത്തിച്ചേരുക? നാളെ എന്താണ് സംഭവിക്കുക? വലിയ ഭീതി യാക്കോബിൻ്റെ ഹൃദയം നിറഞ്ഞു നിൽക്കുകയാണ്. ഹൃദയത്തിൽ ഭീതി മരണഭീതിയാണ്, മരണഭയമാണ്. സഹോദരനായ ഏശാവ് വന്ന് പിടികൂടുമോ കൊന്നുകളയുമോ എന്നുള്ള ഭയം യാക്കോബിനെ വേട്ടയാടുകയാണ്. യാക്കോബിന് പുറത്തിറങ്ങി സഞ്ചരിച്ചത്ര പരിചയമില്ല. യാക്കോബ് എന്നും കൂടാരവാസിയാണ്. അവൻ വീട്ടിൽ മാത്രം ഒതുങ്ങിക്കഴിയുന്ന പ്രകൃതമുള്ളവനായിരുന്നു. എന്നാൽ അവൻ്റെ സഹോദരനായ ഏശാവ് അങ്ങനെയല്ല. ഏശാവിന് ആ പ്രദേശങ്ങൾ പരിചയമുണ്ട്. ഏശാവിന് പകലെന്നില്ല രാത്രിയെന്നില്ല, ഈ പ്രദേശങ്ങളിലൂടെ സുഗമമായി സഞ്ചരിക്കാൻ കഴിയും. യാക്കോബിനെക്കാര്യം അറിയാം. ഏത് സമയത്തും ഏശാവ് വന്ന് പിടികൂടാവുന്നതാണ്. മരണം എപ്പോഴാണ് പിടിക്കാൻ പോകുന്നതെന്ന് വലിയ ഭീതിയോടെയാണ് യാക്കോബ് പോകുന്നത്. ജീവിതമാകെ ആശങ്കയുടെ കരിനിഴൽ വീശിയിരിക്കുകയാണ്. ആശങ്കാകുലമായ ജീവിതം, ഭാവിയെക്കുറിച്ചുള്ളതായ അനിശ്ചിതത്വം, നിശ്ചയമില്ലാത്ത അവസ്ഥ. ഭാവി എങ്ങനെയാകുമെന്നറിയാൻ വയ്യ, നാളെ എന്താകുമെന്നറിയാൻ വയ്യ. ഇനി ഞാൻ എൻ്റെ അപ്പനെ കാണുമോ, എൻ്റെ അമ്മയെ കാണുമോ, ഞാൻ എൻ്റെ വീട് കാണുമോ, വീട്ടിൽ ഞാൻ തിരിച്ചെത്തുമോ, എൻ്റെ ഭാവി എന്ത്? വലിയ ആശങ്കയും ഭീതിയും യാക്കോബിനെ നിഴൽ പോലെ പിന്തുടരുകയാണ്. ഈ ഭയം അത് ഹൃദയത്തിൽ കൂരിരുൾ വ്യാപിക്കുന്നതിന് കാരണമായി തീർന്നു. എന്നാൽ അത് മാത്രമല്ല, യാക്കോബിന് കടുത്ത നൈരാശ്യം വന്നിരിക്കുകയാണ്, നിരാശ. ജീവിതത്തിലെ പ്രതീക്ഷകളെല്ലാം തകർന്നു കഴിഞ്ഞിരിക്കുന്നു, പ്രതീക്ഷകളെല്ലാം പൊയ്പോയിരിക്കുന്നു. മനസ്സ് വളരെ അസ്വസ്ഥമായിരിക്കുന്നു. മനസ്സിൽ കൊടുങ്കാറ്റ് വീശുന്ന അനുഭവം, മനസ്സിൽ അന്തസ്സംഘർഷം മുറ്റി നിൽക്കുന്നതായ അന്തരീക്ഷം. മനസ്സ് വിങ്ങി വിങ്ങി വേദനിച്ച് പുകയുകയാണ്. അല്പം പോലും സ്വസ്ഥതയില്ല, മനസ്സമാധാനമില്ല. സന്ധ്യയായി കൂരിരുൾ പ്രകൃതിയിൽ വ്യാപിച്ചു വരുമ്പോൾ യാക്കോബിൻ്റെ ഹൃദയത്തിലെ ഭയത്തിൻ്റെ ഇരുളും ആശങ്കയുടെ ഇരുളും നിരാശയുടെ ഇരുളും അത് കൂടിക്കൂടി വരികയാണ്. തീർത്തും അവശനായി യാക്കോബ് അവിടെ ഇരിക്കുന്നതാണ് നാം കാണുന്നത്. ഇതിനെല്ലാറ്റിനും പുറമെ യാക്കോബിൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ മറ്റൊരു കൂരിരുൾ വ്യാപിക്കുന്നുണ്ട്. യാക്കോബിന് വന്ന തെറ്റുകളെക്കുറിച്ചുള്ള കടുത്ത നൈരാശ്യം. സംഭവിച്ചു പോയല്ലോ എന്ന്, സഹോദരനെ ചതിച്ചു പോയല്ലോ എന്ന്, അപ്പനെ കബളിപ്പിച്ചു പോയല്ലോ എന്ന്, അപ്പൻ്റെ മുമ്പിൽ കളവ് പറഞ്ഞു പോയല്ലോ എന്ന്, അപ്പൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ നിൻ്റെ ആദ്യാദിൻ ഏശാവ് എന്ന് നുണ പറഞ്ഞു പോയല്ലോ എന്ന്, കണ്ണിന് കാഴ്ച മങ്ങിപ്പോയ അപ്പന് കബളിപ്പ് വരാൻ ഞാൻ കാരണക്കാരനായി പോയല്ലോ എന്ന്, അപ്പനെ ഞാൻ ചതിച്ചു പോയല്ലോ എന്ന് കുറ്റബോധം യാക്കോബിനെ വേട്ടയാടുകയാണ്. പാപത്തിൻ്റെ ഭാരച്ചുമട് യാക്കോബിനെ വല്ലാതെ മർദ്ദിച്ച് താഴ്ത്തുകയാണ്. യാക്കോബിൻ്റെ ഹൃദയത്തെ ഇങ്ങനെ മർദ്ദിച്ച് ഒതുക്കുകയാണ്. മനസ്സ് വിഷമിക്കുകയാണ്. സഹോദരനെയും ചതിച്ചു പോയല്ലോ, സഹോദരൻ്റെ ജ്യേഷ്ഠാവകാശം ഞാൻ തന്ത്രപൂർവ്വം കൗശലപൂർവ്വം കൈക്കലാക്കി പോയല്ലോ, സഹോദരൻ്റെ അടുക്കൽ എനിക്കുള്ളതായ സ്വാധീനവും സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു പോയല്ലോ. മനസ്സിങ്ങനെ വിങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, തന്നെയുമല്ല, വേറൊരു കാര്യം കരിനിഴൽ വീശുന്ന കാര്യം, ഞാൻ ആരുമില്ലാത്തവനായി പോയല്ലോ എന്ന അനാഥത്വമാണ്. എനിക്ക് ആരുമില്ലല്ലോ എന്ന ചിന്ത. അപ്പനില്ല, അമ്മയില്ല, സഹോദരനില്ല, ഈ ലോകത്തിനെ സ്നേഹിക്കാൻ ആരുണ്ട്?
എനിക്ക് ആരുമില്ലല്ലോ എന്ന ഏകാന്തതാബോധം, അനാഥത്വം, അഗതിത്വം. പ്രിയപ്പെട്ടവരെ, ഇത് ഓരോന്നും, ഈ കരിനിഴൽ പരത്തിയ കാര്യങ്ങൾ ഓരോന്നും നമ്മിൽ പലരെയും ഇന്ന് ഹിംസിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇന്ന് വലയം ചെയ്തു നിൽക്കുകയാണ്. നമ്മിൽ പലരുടെയും ജീവിതത്തിൽ ഇതുപോലുള്ള കരിനിഴൽ ഇന്ന് പരന്ന് വ്യാപിച്ച് കാണുകയാണ്. ഒന്ന് നിങ്ങൾ ചിന്തിക്കൂ ദയവായി. നിങ്ങളുടെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു? നിങ്ങളുടെ മനസ്സിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങളുടെ ഹൃദയം ഇന്ന് അസ്വസ്ഥമാണോ? ഒരുപക്ഷേ നിങ്ങളുടെ പൈസയുടെ ഞെരുക്കത്തിൻ്റെ കാര്യമാകാം, കടത്തിൻ്റെ ഭാരമാകാം, ആരോടെങ്കിലും ഉള്ളതായ ശത്രുത്വമാകാം, ആർക്കെങ്കിലും നിങ്ങളോടുള്ളതായ വൈരാഗ്യമാകാം, നിങ്ങൾക്ക് രോഗം വന്നതിൻ്റെ ആവലാതിയാകാം, മരണം അടുത്തു വരുന്നല്ലോ എന്നുള്ള പേടിയാകാം. ഓരോരോ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ഇങ്ങനെ മഥിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. എനിക്ക് ആരുമില്ലല്ലോ എന്ന ചിന്ത, ഞാൻ അനാഥനായിപ്പോയല്ലോ എന്ന ചിന്ത, എന്നെ കരുതാൻ, എന്നെ സ്നേഹിക്കാൻ എനിക്ക് ആരുമില്ലല്ലോ എന്നുള്ള ചിന്ത, ഞാൻ ഏകാഗിയായിപ്പോയല്ലോ എന്നുള്ള ചിന്ത. എൻ്റെ ദൈവമേ, എനിക്ക് ഒരു നല്ല വാക്ക് തരാൻ ഇനി ആരുണ്ട്? ഞാൻ ആരുമില്ലാത്തവനായിപ്പോയല്ലോ എന്നുള്ള ചിന്ത. ഈ മാതിരിയുള്ളതായി ചിന്തകളിൽ മനസ്സ് നൊന്ത് വിങ്ങിക്കഴിയുന്നവർ ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന അനേകരുണ്ട് എന്നെനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ ഭയപ്പാടുകളെല്ലാം അകറ്റുവാനായി ജീവനുള്ള ദൈവം യാക്കോബിന് പ്രത്യക്ഷനായി. അതൊരത്ഭുതമാണ്. ദൈവത്തിന് യാക്കോബിനോട് കരുണ തോന്നി, യാക്കോബിനോട് സ്നേഹം തോന്നി, യാക്കോബിനോട് ദൈവത്തിന് വാത്സല്യം തോന്നി. അതെന്താണ് ഇതിന് കാരണം? അതിനൊരു കാരണവുമില്ല. ദൈവത്തിൻ്റെ സ്നേഹം ഉപാധിയില്ലാത്തതാണ്, അത് വ്യവസ്ഥയില്ലാത്തതാണ്. അതിന് കാരണം തേടാനില്ല. ദൈവം സ്നേഹം മാത്രമാണ്, ആരെയും സ്നേഹിക്കുകയാണ്. മനസ്സ് നൊന്തിരിക്കുന്നവരെ, മനസ്സ് ഭീതി കൊണ്ട് വലഞ്ഞിരിക്കുന്നവരെ, മനസ്സ് ആശങ്കയിലും ഭയപ്പാടിലുമായി അഴലുന്നവരെ സ്നേഹിക്കുന്ന ദൈവം, അവരെ താങ്ങുന്ന ദൈവം, എനിക്ക് ആരുമില്ലല്ലോ എന്നോർത്ത് കേഴുന്നവരെ തലോടുവാൻ കരം നീട്ടുന്ന ദൈവം, അവർക്ക് പ്രത്യക്ഷനാകുന്ന ദൈവം. ഇതൊരു ചരിത്ര വസ്തുതയാണ്, ഇതൊരു നിത്യസത്യമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെല്ലാം ഇന്ന് ഞാൻ ഏകാഗിയായിപ്പോയല്ലോ എന്നോർത്ത് കരയുന്നുണ്ട്, എനിക്ക് ആരുമില്ലല്ലോ എന്നോർത്ത് മനസ്സ് നൊന്ത് കഴിയുന്നുണ്ട്, മനസ്സ് നീറിപ്പുകഞ്ഞിരിക്കുന്നുണ്ട്, എന്നോട് ആർക്കും സ്നേഹമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടോ? നിങ്ങൾ തന്നെത്താൻ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. എന്നോട് ആർക്കും ഒരു കരുതലില്ലല്ലോ, എൻ്റെ പ്രശ്നം ആരും കാണുന്നില്ലല്ലോ, എൻ്റെ വേദനയിൽ പങ്കുചേരാൻ എനിക്ക് ആരുമില്ലല്ലോ, ഒരു നല്ല വാക്ക് പറയാൻ എനിക്ക് ആരുമില്ലല്ലോ, എന്നോട് ഇടപെടുന്നവരെല്ലാം ക്രൂരമായിട്ടല്ലേ എന്നോട് സംസാരിക്കുന്നത്, എത്ര കുൽസിതമായ വഴികളിലൂടെയാണ് എന്നെ നയിച്ചു കൊണ്ട് പോകുന്നത്, അരുതാത്തതായ കാര്യങ്ങളിൽ എന്നെക്കൊണ്ട് ചെയ്യിച്ചത്, ഞാൻ എന്താണ് ഇങ്ങനെ ആയിപ്പോയത്? നിരാശമുറ്റി അനുഭവത്തിൽ കഴിയുന്നവർ ദയവായി ശ്രദ്ധിക്കൂ. യാക്കോബിനെ ദൈവം സ്നേഹിച്ചു, നിങ്ങളെയും ദൈവം സ്നേഹിക്കുന്നു. ഇതൊരു നിത്യ യാഥാർത്ഥ്യമാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ കരുതുന്നു, ദൈവം നിങ്ങളുടെ ഭാവി കരുതുന്നു, ദൈവം നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ തരുന്നു, ദൈവം നിങ്ങൾക്ക് വാക്ക് തരുന്നു, ദൈവം നിങ്ങളെ തേടി വരുന്നു, ദൈവം നിങ്ങളുടെ അരികത്ത് വരുന്നു. സ്നേഹിപ്പാൻ കാരണമൊന്നുമില്ല. എന്തെങ്കിലും ഒരു നന്മ കണ്ടുകൊണ്ടല്ല സ്നേഹിക്കുന്നത്, ഏതെങ്കിലും ഒരു നന്മയുടെ കണിക പോലുമില്ല. ഒരു നന്മയും കണ്ടിട്ടല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചതുകൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു എന്ന് അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നുണ്ട്. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവം നമ്മെ ആദ്യം സ്നേഹിച്ചു, അതുകൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു. ദൈവം നമ്മെ സ്നേഹിച്ചിരിക്കുന്നു, ദൈവത്തിന് നമ്മോട് സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കട്ടെ, നിങ്ങളാരും ഒരിക്കലും ചിന്തിച്ചു പോകരുത് എനിക്ക് ആരുമില്ല എന്ന്. അപ്പനില്ലായിരിക്കാം, അമ്മയില്ലായിരിക്കാം, ഭാര്യയില്ലായിരിക്കാം, അല്ല വിവാഹം കഴിഞ്ഞില്ലായിരിക്കാം, ഭർത്താവില്ലായിരിക്കാം, ഭർത്താവ് ഉണ്ടെങ്കിൽ തന്നെ സ്നേഹമില്ലായിരിക്കാം, മക്കളില്ലായിരിക്കാം, അഥവാ മക്കളുണ്ടെങ്കിലും ഉള്ളതിനേക്കാൾ കൂടുതൽ ദുഃഖമായിരിക്കാം. പ്രിയപ്പെട്ടവരെ, പലതരത്തിൽ നിങ്ങളുടെ മനസ്സ് അഴലുകയും ഉഴലുകയും വലയുകയും ചെയ്യുന്നുണ്ടാകും. എന്നാൽ നിങ്ങൾ കേൾക്കൂ, നിങ്ങൾ ഒരിക്കലും പറയരുത് എനിക്ക് ആരുമില്ല എന്ന്, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നൊരിക്കലും തോന്നരുത്. ഒരു സത്യം നിങ്ങളെ അറിയിക്കട്ടെ,
നിങ്ങളെ സ്നേഹിക്കുന്ന, ഒരു കാര്യവുമില്ലാതെ നിങ്ങളെ സ്നേഹിക്കുന്ന, ഒരു വ്യവസ്ഥയും കൂടാതെ നിങ്ങളെ സ്നേഹിക്കുന്ന, ഒരു ഉപാധിയുമില്ലാതെ നിങ്ങളെ സ്നേഹിക്കുന്ന നിത്യനായ ക്രിസ്തു ഇപ്പോൾ നിങ്ങളുടെ അരികത്തുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കൂ. ക്രിസ്തു നിങ്ങളെ കരുതുന്നുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കൂ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിനെ സ്നേഹിക്കാൻ കൊള്ളാവുന്ന യാതൊരു നന്മയും നമ്മിൽ കണ്ടു എന്ന് വരികയില്ല. നമ്മുടെ ഹൃദയം ക്രൂരമായിരിക്കും, വളരെ കഠോര ഹൃദയമായിരിക്കും, കല്ലിച്ച മനസ്സായിരിക്കും, അല്പം പോലും കരുണയോ ആർദ്രതയോ നമുക്കില്ലായിരിക്കും. സ്നേഹിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടായിരിക്കും, സ്നേഹിക്കാൻ നമുക്ക് തോന്നിയിട്ടില്ലായിരിക്കും. ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ ഒന്ന് പരിശോധിച്ചാൽ എൻ്റെ ദൈവമേ, നിൻ്റെ പേരുച്ചരിക്കാൻ പോലും, ദൈവമേ എന്ന് വിളിക്കാൻ പോലും എനിക്ക് അർഹതയില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കൂ. എങ്കിലും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചതുകൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സ്നേഹം നമ്മോട് പ്രത്യക്ഷമായിരിക്കുന്നു. തൻ്റെ പുത്രനെ നമുക്ക് തരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സ്നേഹിച്ചിരിക്കുന്നു. വേദപുസ്തകത്തിലേക്കും ഏറ്റവും ഗൗരവമേറിയൊരു വാക്യം, ഏറ്റവും പ്രാധാന്യമേറിയൊരു വാക്യമുണ്ട്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യമാണ്. അത് നിങ്ങൾക്ക് പലർക്കും കാണാതറിയാമായിരിക്കും. യോഹന്നാൻ 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവം നമ്മെ സ്നേഹിച്ചു. ദൈവത്തിന് നമ്മോടുള്ളതായ സ്നേഹം പ്രത്യക്ഷമായി എന്നാണ് യോഹന്നാൻ ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ പറയുന്നത്. നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം മുതൽ. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കാം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ദൈവം സ്നേഹം തന്നെ. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ളതായ സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. നമ്മെ ഇങ്ങനെ സ്നേഹിച്ചു എങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും 12-ാം വാക്യം മുതൽ വായിക്കാം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. അവന്റെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നുവെന്ന് അവൻ തൻ്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നുവെന്ന് അവൻ തൻ്റെ ആത്മാവിന് നമുക്ക് തന്നതിനാൽ നാം അറിയുന്നു. പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ കണ്ടു സാക്ഷ്യം പറയുന്നു. വീണ്ടും 19-ാം വാക്യം മുതൽ വായിക്കാം. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു. ആദ്യം ദൈവം നമ്മെ സ്നേഹിച്ചിരിക്കുന്നു. നമ്മിൽ നിന്നും പ്രതീക്ഷിച്ചല്ല, ഒന്നും കണ്ടിട്ടല്ല, ഒരു നന്മയും നോക്കിയിട്ടല്ല. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ സ്നേഹം, ഇങ്ങോട്ട് തന്നതായ സ്നേഹം, അവൻ്റെ സ്നേഹമാണ് നമുക്കൊരു മാനസാന്തരം തരുന്നത്. അവൻ്റെ സ്നേഹമാണ് നമുക്കൊരു സുബോധം തരുന്നത്. അവൻ്റെ സ്നേഹമാണ് നമുക്ക് പാപബോധം തരുന്നത്. ദൈവത്തിൻ്റെ സ്നേഹമാണ് തിരുവചനം കേൾക്കാനുള്ളതായ ഒരു ആർത്തി നമുക്ക് തരുന്നത്. അവൻ്റെ സ്നേഹമാണ് നമുക്ക് അവൻ്റെ തിരുവചനത്തിൻ്റെ അരികിലേക്ക് വരുവാനുള്ളതായ സാഹചര്യം തരുന്നത്. അവൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ അത്ഭുത സ്നേഹം നമ്മെ ഇതുപോലെ കൂട്ടി വരുത്തിയിരിക്കുന്നു. ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോഴും നിങ്ങളെല്ലാവരും ഇവിടെ കൂടി ഇരിക്കുന്നത് എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മെ ഒരു കൂട്ടായ്മയായി, ഒരു ഹൃദയമായി കൂട്ടി വരുത്തി ഇരുത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ഒരു കണക്ക് വായിച്ചു.
ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കണക്ക് ഇങ്ങനെയാണ്. ഹോസ്പിറ്റലുകളിൽ ഓക്സിജൻ സിലിണ്ടറിൽ രോഗികൾക്ക് ഓക്സിജൻ കൊടുക്കുവാനുള്ള സജ്ജീകരണങ്ങളുണ്ട്. 1 മണിക്കൂർ നേരത്തേക്ക് ഓക്സിജൻ കൊടുക്കുന്നതിന് എത്ര രൂപയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതിലൊരു കണക്ക് പറഞ്ഞിട്ടുണ്ട്. ആ കണക്ക് ഞാൻ പറയുന്നില്ല. എന്നാൽ ഊഹിക്കാം, ഒരു കണക്കിങ്ങനെ ഊഹിക്കാം. 1 മണിക്കൂർ നേരം ഓക്സിജൻ ശ്വസിക്കുന്നതിന്, പ്രാണവായു ശ്വസിക്കുന്നതിന് 80 രൂപയാണെന്നിരിക്കട്ടെ. അങ്ങനെ ഒരു കണക്കുണ്ടാക്കുകയാണെങ്കിൽ 80 രൂപ 1 മണിക്കൂർ നേരം ഹോസ്പിറ്റലിൽ ഓക്സിജൻ ശ്വസിക്കുന്നതിന് രോഗിക്ക് കൊടുക്കേണ്ടി വരുന്ന 80 രൂപയാണെങ്കിൽ 80 വയസ്സുള്ള ഒരാൾ ആയുസ്സിൽ ശ്വസിക്കുന്നതായ ആ പ്രാണവായുവിന് മൊത്തം തുക 5,84,00,000 രൂപയാണ്. 5,84,00,000 രൂപ സൗജന്യമായിട്ടാണ് ഇന്ന് നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അമ്പരന്നിരുന്നു ആ കണക്ക് വായിച്ചു. ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. 5,84,00,000 രൂപ ആർക്ക് കൊടുക്കാൻ പറ്റും? ഈ തുക ആർക്ക് കൊടുക്കാൻ പറ്റും? നാം സൗജന്യമായി ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. നിത്യനായ ദൈവം നമുക്ക് ഈ പ്രകൃതിയിൽ ഈ പ്രാണവായു തന്നിരിക്കുന്നു. നമുക്ക് ദൈവമെല്ലാം ക്രമീകരിച്ച് തന്നിരിക്കുന്നു. സൂര്യപ്രകാശം തന്നിരിക്കുന്നു. സൂര്യൻ്റെ വെളിച്ചത്തിൽ നമുക്ക് അനേകം കാര്യങ്ങൾക്ക് സാധിച്ചു തന്നിരിക്കുന്നു. നമുക്ക് അനേകം കാര്യങ്ങൾ, ഉപകാരങ്ങൾ തന്നിരിക്കുന്നു. ദൈവം നമുക്ക് ഇന്ന് ആയുസ് തന്നിരിക്കുന്നു. ദൈവം നമുക്ക് ആരോഗ്യം തന്നിരിക്കുന്നു. നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ പ്രാപ്തി കൊണ്ടല്ല. ദൈവം ആദ്യം നമ്മെ സ്നേഹിച്ചിരിക്കുന്നു. ഈ സ്നേഹത്തിന് നമുക്ക് യാതൊരു അർഹതയുമില്ല, യാതൊരു ന്യായവുമില്ല. യാക്കോബിനെ ദൈവം സ്നേഹിച്ചു. യാക്കോബിനെ സ്നേഹിച്ച ദൈവം യാക്കോബിൻ്റെ ഹൃദയത്തിലെ നൈരാശ്യം മാറ്റുവാൻ ദൈവം യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. യാക്കോബിൻ്റെ ഹൃദയത്തിലെ കൂരിരുൾ മാറ്റുവാൻ ദൈവം യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. യാക്കോബിൻ്റെ ജീവിതത്തിലെ അനാഥത്വം മാറ്റുവാൻ ദൈവം യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. യാക്കോബിൻ്റെ ജീവിതത്തിൽ ഞാൻ ആരുമില്ലാത്തവനാണെന്നുള്ളതായ ചിന്ത മാറ്റുവാൻ ദൈവം യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. യാക്കോബിൻ്റെ ജീവിതത്തിലെ മരണഭീതി മാറ്റുവാൻ ദൈവം യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. യാക്കോബിൻ്റെ ജീവിതത്തിൽ വന്ന കരിനിഴലുകളെല്ലാം മാറ്റിത്തരുവാൻ നീതിസൂര്യനായ ദൈവം യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. പ്രകൃതി മുഴുവൻ കൂരിരുട്ടിൽ മുങ്ങിയിരിക്കുന്നു. ആ ഇരുളിൻ്റെ മധ്യത്തിൽ സത്യപ്രകാശമായ ദൈവം യാക്കോബിന് പ്രത്യക്ഷമായി. ദൈവത്തിന് സ്തോത്രം. ലോകമെമ്പാടും കൂരിരുൾ വ്യാപിച്ചു വരുന്നു. ലോകം മുഴുവൻ കൂരിരുട്ടിലാണ്, അന്ധകാരത്തിലാണ്, അന്ധതമസ്സിലാണ്, കൊള്ളരുതായ്മകളിലാണ്, വൃത്തികേടിലും അഴുക്കിലുമാണ്. ലോകം പാപത്തിൽ മുങ്ങിക്കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിൽ അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെ വ്യാപിച്ചു വരികയാണ്. അനേകം ദുരാചാരങ്ങൾ വ്യാപിച്ചു വരുന്നു. മതങ്ങളിലും സഭകളിലും സമുദായങ്ങളിലും ആചാരങ്ങൾ, ദുരാചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ദുരനുഷ്ഠാനങ്ങൾ എല്ലാം വ്യാപിച്ചു വരികയാണ്. അന്ധവിശ്വാസങ്ങൾ വ്യാപിച്ചു വരുന്നു. കൊള്ളരുതായ്മയിൽ മനുഷ്യൻ ജീവിക്കുന്നു. പള്ളികളിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷേ സ്വന്തം ജീവിതത്തിലെ തിന്മകൾ മാറ്റാൻ ആർക്കും പരിപാടിയില്ല. കൊള്ളരുതായ്മകൾ മാറുന്നില്ല. കുടുംബങ്ങൾ കലങ്ങിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാം എന്താണ് കാരണമെന്നറിയാമോ? ഒരു ദുഷ്ടപിശാച് മനുഷ്യ സമൂഹത്തെ ഇന്ന് മൂടിയിരിക്കുകയാണ്. ദുഷ്ടപിശാച് മനുഷ്യ സമൂഹത്തെ ഇന്ന് ബന്ധിച്ചിരിക്കുകയാണ്. മനുഷ്യനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ദുരാത്മാക്കളുടെ ദൂഷിത വലയത്തിൽ മനുഷ്യൻ ഞെളിപുരിക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ അറിയുന്നില്ല. വക്രതയും കോട്ടമുള്ള തലമുറയെന്നാണ് ഈ തലമുറയെക്കുറിച്ച് കർത്താവ് പറഞ്ഞത്. വക്രതയും കോട്ടമുള്ള തലമുറ, അവിശ്വാസമുള്ള തലമുറയെന്നാണ് കർത്താവ് പറഞ്ഞത്. ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ദൈവബോധം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പാപത്തിലേക്ക് മനുഷ്യൻ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു. പാപത്തിലേക്ക് മനുഷ്യൻ ഇങ്ങനെ താണ് പോയിക്കൊണ്ടിരിക്കുന്നു. അനേകർ നശിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. സമൂഹങ്ങൾ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ അതിപ്രസരം കൊണ്ട് മനുഷ്യൻ വിവേകം നഷ്ടപ്പെട്ടവരായിത്തീരുന്നു. തിന്മകൾ പെരുകി വരുന്നു. സനാതന മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു വരുന്നു. ഈ സാഹചര്യത്തിൽ ദൈവത്തിന് സ്തോത്രം. കരിനിഴൽ വീശുമ്പോൾ അപ്പോഴിതാ രജത താരമായി ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉദിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോഴിതാ നീതി സൂര്യനായി കർത്താവായ യേശു നമുക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീതി സൂര്യനായ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലെ കരിനിഴലുകൾ മാറ്റുവാനായി, നിങ്ങളുടെ ഹൃദയത്തിലെ ഇരുൾ മാറ്റുവാനായി കടന്നു വന്നിരിക്കും. നിങ്ങൾ വിചാരിക്കൂ, നിങ്ങളുടെ അരികത്ത് ക്രിസ്തു ഉണ്ടെന്ന് വിചാരിക്കൂ. നിരാശകൾ മാറ്റിത്തരാൻ യേശു നിങ്ങളുടെ അരികത്ത് വന്നിട്ടുണ്ട്. ദുഃഖങ്ങൾ അകറ്റിത്തരാൻ യേശു നിങ്ങളുടെ അരികത്ത് വന്നിട്ടുണ്ട്. രോഗം മാറ്റിത്തരാൻ യേശു നിങ്ങളുടെ അരികത്ത് വന്നിട്ടുണ്ട്. പാപത്തിൻ്റെ അന്ധകാരം മാറ്റിത്തരാൻ യേശു നിങ്ങളുടെ അരികത്ത് വന്നിട്ടുണ്ട്. പഴയ ജീവിതത്തിൽ ഒന്ന് പോയ പാപങ്ങൾ, ആ പാപങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് മോചനം തരാൻ യേശു നിങ്ങളുടെ അരികത്ത് വന്നിട്ടുണ്ട്. എല്ലാ പാപത്തിനും പരിഹാരം തരാൻ
തരാൻ യേശു നിങ്ങളുടെ സമീപത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ. യേശുവിനെ നിങ്ങൾ കാണൂ. അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷനാവുകയാണ്. സൂര്യൻ അസ്തമിക്കുകൊണ്ട് യാക്കോബുടെ രാപാർത്തു. എന്നാൽ അവൻ്റെ ഹൃദയത്തിൽ ഇതാ സത്യ വെളിച്ചം പ്രകാശിക്കുകയാണ്. അവൻ്റെ അരികത്ത് ഇതാ ജീവനുള്ള ദൈവം പ്രത്യക്ഷനാവുകയാണ്. ഒരു ഗോവണി അവൻ കാണുകയാണ്. സ്വർഗത്തോളെത്തുന്ന ഒരു ഗോവണി അവൻ കാണുകയാണ്. ഈ ഗോവണി കർത്താവായ യേശുവിൻ്റെ നിഴലാണ് എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കൂ. യേശുവിനെ കാണുകയാണ്. യേശു പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. സ്വർഗത്തിൽ നിറങ്ങി വന്ന ഗോവണിയായി യേശു നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു തലമുറയുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ട ആ ഗോവണി, ചരിത്രത്തിലെ നെറുകയിൽ ഇറക്കി വെച്ചതായ ആ സ്വർഗീയ ഗോവണി ഇതാ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. കർത്താവേ, എനിക്ക് വേണ്ടി ക്രൂസിൽ വെച്ച രക്ഷക, എനിക്ക് വേണ്ടി ക്രൂസിൽ തിരുരക്തം ചിന്തിയ എൻ്റെ പൊന്നേശുനാഥ, നിന്റെ സന്നിധിയിലേക്ക് എനിക്ക് വരാൻ കഴിഞ്ഞില്ല. എന്നാൽ നീ എൻ്റെ അരികത്തേക്ക് വന്നിരിക്കുന്നല്ലോ. നീ എന്നെ തേടി വന്നിരിക്കുന്നല്ലോ. ഒരു കാരണവും കൂടാതെ നീ എന്നെ സ്നേഹിച്ച് എൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നല്ലോ. നാഥ, ഞാനിതാ എന്നെ നിനക്ക് തരുന്നു. എൻ്റെ ആയുസ് നിനക്ക് തരുന്നു. എൻ്റെ ജീവിതം നിനക്ക് തരുന്നു. എൻ്റെ ഭാവി നിനക്ക് തരുന്നു. എന്നെ സ്നേഹിക്കുന്ന യേശുവേ, എൻ്റെ അരികത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന യേശുവേ, എൻ്റെ ഭാവി നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ വെച്ചു തരുന്നു. എൻ്റെ ഹൃദയം നിനക്ക് ഞാൻ തുറന്നു തരുന്നു. പാപം നിറഞ്ഞ ഹൃദയം, അന്ധകാരം മൂടിയ ഹൃദയം, നിരാശമുറ്റിയ ജീവിതം നിൻ്റെ സന്നിധിയിലേക്ക് ഞാനിതാ താഴ്ത്തി വയ്ക്കുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തെ നീ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. എൻ്റെ ഹൃദയത്തിൽ സത്യപ്രകാശം ഉദിക്കണമേ. എൻ്റെ ഹൃദയത്തിൽ ദിവ്യ വെളിച്ചം പ്രകാശിക്കണമേ. എന്നിലേക്ക് നീ ഇറങ്ങി വരണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങളെ തന്നെ സമർപ്പിക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, അവിടുത്തെ ജീവവത്തായ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹം കാണാൻ ഞങ്ങൾക്ക് വെളിവ് തരുന്നതിനായി സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണ കാണാൻ കർത്താവേ ഞങ്ങൾക്ക് സുബോധം തരുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ക്രിസ്തുവിനെ കാണാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കുന്നതിനായി സ്തോത്രം. നീതിസൂര്യനായ യേശുവേ, നീ ഉദിക്കുന്ന അത്ഭുതകരമായ അനുഭവം ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരുടെ മേലും തൃക്കരം വെക്കണമേ, എല്ലാവരെയും ആശീർവദിക്കണമേ. യേശുവിനെ അറിയുവാൻ, യേശുവിനെ സ്നേഹിപ്പാൻ, യേശുവിനെ ആരാധിപ്പാൻ, യേശുവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർത്തിരിപ്പാൻ നിന്റെ മക്കൾക്കെല്ലാം ഭാഗ്യം നൽകണമേ. നന്മകളാൽ അലങ്കരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ.